നമ്മളെ ദിവസം ഉപയോഗിക്കുന്ന പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക, അത് പറിച്ചെടുക്കുക, അത് ഉപ്പേരി വെക്കുക, അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇത് ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ മാമൻ്റെ മോന് ഉണ്ടാക്കിയ വീട്ടിലെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട്, നല്ല വെയിലുള്ള സമയമാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങ, വെണ്ടക്ക എല്ലാം അതുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട്. അപ്പോൾ ആൾക്ക് ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റി കോഴികളും കൂടെ ഉണ്ട് അവിടെ. നല്ല വില കൂടിയ കോഴികളുണ്ട്, മറ്റേ കോഴികളൊക്കെ അല്ലേ, അങ്ങനത്തെ കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി എപ്പോഴെങ്കിലും ആ വീട്ടിൽ ചെല്ലുമ്പോൾ കോഴികളെ വീഡിയോ കൂടെ ഒരു ദിവസം എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കോഴികളൊക്കെ. നല്ല അടിപൊളി കോഴികളാണ്, വലിയ കോഴിക്കോടും. ഇത് പന്തലിൽ വെച്ചത് പീച്ചിങ്ങയാണ് കേട്ടോ, പീച്ചിങ്ങിൻ്റെ വള്ളിയാണ്. നമ്മളിവിടെ പീച്ചക്ക എന്നൊക്കെ പറയും, അതിൻ്റെ വള്ളിയാണ്. പിന്നെ ക്യാബേജ്, ഫ്ലവർ, അങ്ങനെ എല്ലാം. ഇതൊക്കെ കവറിലാണ് കേട്ടോ, ഗ്രോ ബാഗിലാക്കിയിട്ടാണ് വെച്ചത്. ചിലതൊക്കെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട്, നമ്മൾ സിമെൻറ്റ് ചാക്കില്ലേ അതിൽ മണ്ണ് നിറച്ചിട്ട് അതിലും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാബേജൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. വഴുതനങ്ങയൊക്കെ നല്ലോണം ഒരുപാട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്രോ ബാഗിലാണ് കേട്ടോ എല്ലാതും വെച്ചത്. പിന്നെ ഇഞ്ചി കൃഷി, ഇഞ്ചിയാണ്. ഇതുമാതിരി ഗ്രോ ബാഗിൽ വെച്ചാലും നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഫ്ലവറും ഉണ്ട് ഇവിടെ. ഇതൊക്കെ മണ്ണിലും വെച്ചതാണ്, മണ്ണിൽ വെച്ചതും ഗ്രോ ബാഗിൽ വെച്ചതും എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. കണ്ടോ, ഇഞ്ചി കൃഷി നമ്മൾ സിമെൻറ്റ് ചാക്കിലാണ് കേട്ടോ ഇഞ്ചി നട്ടത്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. വീടിൻ്റെ ബാക്കിലും മുൻവശത്തും എല്ലാ ഭാഗത്തും കവറിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. അത് കണ്ടോ, വഴുതനങ്ങയൊക്കെ നല്ല അടിപൊളിയായി കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ വാങ്ങിയിട്ട് ഒരു തൈ വെച്ചാലും നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള ഉപ്പേരിക്കും കറിക്കും ഒക്കെ എല്ലാ പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് സൗകര്യമല്ലേ നമുക്ക്. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. നമ്മളെ വീട്ടിൽ ഇതിൻ്റെ മുന്നേ ഞാനൊരു വഴുതനങ്ങ റെസിപ്പി ഇട്ടിരുന്നു. വീട്ടിൽ തന്നെ വഴുതനങ്ങ അറുത്തിട്ട് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ കഴിച്ച സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയല്ലേ. ഇത് കണ്ടോ, പച്ചമുളകും തയ്യാണ് കേട്ടോ. പച്ചമുളകും ഗ്രോ ബാഗിലാണ് വെച്ചത്. അതും അത്യാവശ്യം കായ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. കണ്ടോ, ഇഞ്ചിയാണ്. ഇഞ്ചി സിമെൻറ്റ് ചാക്കിൽ അങ്ങനെ എല്ലാ ചാക്കിലും അങ്ങനെ ആക്കി വെച്ചതാണ് കണ്ടോ. പിന്നെ പയർ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചതാണ്, അതും ഗ്രോ ബാഗിലാക്കിയിട്ടാണ് വെച്ചത്. ഗ്രോ ബാഗിലാക്കി വെച്ചിട്ട് അതിലൊരു കമ്പ് കുത്തി കൊടുത്ത് പിന്നെ വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ടാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി കൊടുത്ത് കണ്ടോ, അങ്ങനെ കെട്ടി കൊടുത്തിട്ട് കണ്ടോ കായ്ച്ചൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമ്മളെ വീട്ടിൽ രാവിലെ തന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാവുന്നതും അതറുത്തിട്ട് ഉപ്പേരി കറിയും ഒക്കെ ഉണ്ടാക്കുന്നതും അതൊക്കെ നല്ലൊരു സന്തോഷമല്ലേ മനസ്സിന്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗൊക്കെ കിട്ടുകയാണെങ്കിൽ ഗ്രോ ബാഗിൽ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഗ്രോ ബാഗിലുണ്ടാവും കേട്ടോ. വഴുതനങ്ങയൊക്കെ നല്ലോണം ഉണ്ടാവും. വഴുതനങ്ങ, പച്ചമുളക്, പയറൊക്കെ ഇവിടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് കണ്ടപ്പോൾ രണ്ടാമതും ഒന്നും കൂടെ ഒരു താല്പര്യം തോന്നി. അപ്പോൾ ഞാൻ രണ്ടാമതും വിത്തൊക്കെ സംഘടിപ്പിച്ച് വെച്ചത് കണ്ടോ. ഇവിടെയാണ് ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഒരു പന്തലാണത്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ നട്ടുണ്ടാക്കിയിട്ട് ഞാൻ കാട്ടിത്തരാം. ഈ ഭാഗത്ത് വിത്തൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പയർ, കുക്കുംബർ എല്ലാം ഉണ്ട് കണ്ടോ. ഇതിൻ്റെ അടീനിയ ചെടികളാണ് കേട്ടോ, കുറച്ച് അടീനിയ ചെടികൾ അവിടെ വെച്ച്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നോക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.